കണ്ണൂരിൽ മഴയ്ക്ക് മാറ്റമൊന്നുമില്ല. മഴ അവിടെയും തീവ്രമായി ചില പ്രദേശങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നു. അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രത്യേകിച്ച് അവിടെ റെഡ് അലർട്ട് നിലനിൽക്കുകയാണ്. പറയൂ അരുൺ, ഗുഡ് മോർണിംഗ്. കണ്ണൂർ ജില്ലയിൽ അതിശക്തമായ മഴ തുടരുകയാണ്. ആ മലയോര നഗര വ്യത്യാസമില്ലാതെ ആ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് പുലർച്ചെ മുതൽ ശക്തമായ മഴയാണ് വിവിധയിടങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ നഗരത്തിന് സമീപമുള്ള ആ കക്കാടാണ്. കക്കാട് പുഴ കരകവിഞ്ഞൊഴുകി ഇവിടെ റോഡിലെല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഇത് പ്രധാനപ്പെട്ട, അതായത് മയിലിലേക്കും അതോടൊപ്പം മുണ്ടയാടേക്കും പോകുന്ന രണ്ട് പാതകളാണ്. അതിൽ ഒരു പാതയിൽ പൂർണ്ണമായും തന്നെ വെള്ളം കെട്ടിനിന്ന് അല്ലെങ്കിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു പാതയിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു വരുന്നത്. ഈ മഴ ശക്തമായി തുടർന്നാൽ ഈ പാതയിൽ കൂടി ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ പുഴ പൂർണ്ണമായും തന്നെ കര കവിഞ്ഞ് റോഡിലേക്കൊക്കെ കയറിയ അവസ്ഥയാണ്. എന്തായാലും ഇത് നഗരത്തിന് തൊട്ട് സമീപമുള്ള ഒരു പുഴ കരകവിഞ്ഞ് ഇതിൻ്റെ ഭാഗമായാണ് ഈ ഗതാഗത തടസ്സമൊക്കെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ വെള്ളം കയറിയിട്ടുള്ളതെങ്കിൽ മലയോരത്തും സമാനമായിട്ടുള്ള സാഹചര്യമാണ്. പല പുഴകളിലും ക്രമാതീതമായാണ് ജലനിരപ്പ് ഉയരുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീകണ്ഠാപുരം, ആലക്കോട്, ചെറുപുഴ, ഇരിട്ടി, പേരാവൂർ മേഖലയിലൊക്കെ ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമൊക്കെ തോരാതെയുള്ള മഴ പെയ്യുന്നുണ്ട്. അതായത് റെഡ് അലേർട്ടിന് സമാനമായ മഴ പെയ്യുന്നുണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. ജില്ലാ ഭരണകൂടം കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം എല്ലായിടങ്ങളിലും നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും അപകട സാധ്യതയുണ്ടെങ്കിൽ, മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. പലയിടങ്ങളിലും ഈ പുഴയിൽ നിന്ന് വെള്ളം കരകവിഞ്ഞ് മറ്റിടങ്ങളിലെ കൃഷിയിടങ്ങളിലേക്ക് ഒക്കെ കയറുന്നു എന്ന വിവരം മലയോരത്തു നിന്നൊക്കെ ലഭിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അത്തരം സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജില്ലയിലെ കാര്യങ്ങൾ വിലയിരുത്തി അതിൽ ചില പ്രശ്നബാധിത മേഖലകളുണ്ട്, അവിടെ ക്യാമ്പുകളൊക്കെ തുടങ്ങണമെന്നൊക്കെ നിർദ്ദേശം നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായി അത്തരം മുൻകരുതൽ നടപടികളൊക്കെ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇന്നും ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ ഭരണകൂടം അവധി നൽകിയിട്ടുണ്ട്. പ്രൊഫഷണൽ കോളേജ് ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ ഭരണകൂടം അവധി നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ആൾക്കാർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിപ്പോഴും തുടരുകയാണ്. വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ മഴയ്ക്കൊപ്പം തന്നെ വീശുന്ന അതിശക്തമായ കാറ്റിലാണ് വൻ നാശനഷ്ടം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കണ്ണൂർ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത്. അത് വലിയ മരങ്ങളൊക്കെ കടപുഴകി വീഴുകയും വീടിന് മുകളിലൊക്കെ മരം വീണൊക്കെ വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ചെറിയ സമയത്ത് വീശുന്ന അതിശക്തമായ കാറ്റ്, അത് നമ്മൾ ചിലയിടങ്ങളിൽ നാട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ചുഴലിക്കാറ്റൊക്കെ സമാനമായ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആ കാറ്റിൽ ജാഗ്രത പാലിക്കണം, അത്തരം ഇടങ്ങളിൽ ജാഗ്രത പാലിക്കണം എന്ന് പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പക്ഷേ എന്തായാലും ഈ കാറ്റ് വീശിക്കഴിഞ്ഞാൽ അത്തരം ഇടങ്ങളിൽ നാശനഷ്ടം ഉണ്ടാകുന്നുണ്ട് എന്നതാണ് പൊതുവെ ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുള്ള എല്ലാം ഉണ്ടായ മഴക്കെടുതികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ജില്ലാ ഭരണകൂടം കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അതിശക്തമായ മഴ ജില്ലയിലെ വിവിധയിടങ്ങളിൽ തുടരുകയാണ്.